അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ശൈത്താൻ നമ്മെ എങ്ങനെയാണ് ചതിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമേറിയ ഒരു ഉപദേശം ബഹുമാനപ്പെട്ടവർ നൽകുകയാണ്. പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവപ്പെടുകയാണ്. വളരെ സൂക്ഷിച്ചാൽ വലിയ വിജയങ്ങളിലേക്ക് എത്താം. നാം ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ധാരാളം അമലുകളുണ്ടാകും, പക്ഷെ അതൊക്കെയും നാശത്തിലേക്കായിരിക്കും. വളരെ ഗൗരവത്തോടുകൂടെ കേൾക്കേണ്ട ഒരു ഉപദേശമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബലഗനി അന്നൽ അബ്ദ യഅമലുൽ അമല സിർറൻ ഫലാ യസാലു ബിഹി ശൈത്താനു ഹത്താ യഗ്ലിബുഹു ഫയുക്തബു ഫിൽ അലാനിയതി. ഒരു അടിമ, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ അയാൾ ആരും കാണാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു അമല് ചെയ്യും. അത് വലിയൊരു തൗഫീഖാണ്. ആരും അറിയാതെ എനിക്ക് ഒരു നന്മ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത്. കാരണം റബ്ബിനെ മാത്രം ഇഷ്ടപ്പെടുക എന്ന രീതിയിൽ ഒരാൾ ഒരു അമല് ചെയ്യുമ്പോൾ അത് വലിയ തൗഫീഖാണ്. പക്ഷെ അങ്ങനെ ഒരാൾ രഹസ്യമായിട്ട് ഒരു ഇബാദത്ത് ചെയ്താൽ ആ സമയത്ത് തന്നെ അയാളുടെ ഖൽബിൽ ഇബ്ലീസ് ഇങ്ങനെ ഇടപെടുകയാണ്. ഈ ചെയ്ത അമല്, ഉദാഹരണമായിട്ട് ഒരാള് ഒരു രാത്രി ആരും അറിയാതെ ഒരു 1000കണക്കിലുള്ള ദിക്റുകളോ സ്വലാത്തുകളോ ആര് പറഞ്ഞാൽ ആരിങ്ങനെ ചൊല്ലിത്തീർത്തു. പക്ഷെ അങ്ങനെ ചെല്ലിയാലും അദ്ദേഹത്തിന് മനസ്സിലേക്ക് എന്തോ ഒരു വിശ്വാസം, ഇത് രണ്ടാളിലേക്കൊന്ന് എത്തിക്കണം. ഞാൻ ഇന്നലത്തെ രാത്രിയിലെ ഞാൻ കുറേ നിസ്കരിച്ചിട്ടുണ്ട്. അയാളെ കൊണ്ട് പറയിപ്പിക്കാണ് ശൈത്താൻ. ഇന്നലത്തെ രാത്രി ഞാൻ കുറെ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇന്നത്തെ രാത്രി ഞാൻ കുറെ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഇന്നത്തെ രാത്രി ഞാൻ കുറെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് അയാളെ കൊണ്ട് ചെല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ഇങ്ങനെ അവനെ വസ്വാസാക്കുകയാണ്, ചതിക്കുകയാണ്. അവസാനം അയാളുടെ അടുത്ത കൂട്ടുകാരോടോ കുടുംബക്കാരോടോ ആരെങ്കിലും പോലും അയാൾ അങ്ങനെ ചൊല്ലിപ്പോവുകയാണ്. ഞാൻ ഇന്നലത്തെ രാത്രിയിൽ ഇങ്ങനെ ഇബാദത്ത് എടുത്തിട്ടുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫയുക്തബു ഫിൽ അലാനിയത്ത്, രഹസ്യമായി ചെയ്തു എന്ന ഒരു അമല് അതോടുകൂടെ അയാൾ പരസ്യമായി ചെയ്ത് എന്നായിപ്പോയി. അപ്പൊ എന്തായി? രഹസ്യമായി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കൂലിയുടെ എത്രയോ കൂലികൾ കുറവാണ് പരസ്യമായി ഒരാൾ ചെയ്താൽ കിട്ടുക. ഉറപ്പാണല്ലോ. ഇനി പരസ്യമായി ചെയ്താൽ കൂലി കിട്ടുക ഇല്ല എന്നല്ല, അങ്ങനെ പരസ്യമായി ഇയാൾ ഇങ്ങനെ പരസ്യപ്പെടുത്തുമ്പോൾ വീണ്ടും ഇബ്ലീസ് അദ്ദേഹത്തിന്റെ കൽവിൽ തോന്നിപ്പിക്കുകയാണ്, സുമ്മ യസാലു ശൈത്താനു ബിഹി അത്താ യുഹിബ്ബ അൻ യുഹ്മദ അലൈഹി. സുബ്ഹാനല്ലാഹ്. ഇയാൾ പിന്നെ ചിന്തിക്കുക എന്താണ്? ഇത് രണ്ടാളിലേക്ക് വീണ്ടും എത്തണം. എന്നിട്ട് അവർ എന്നെക്കുറിച്ചൊന്നും അയാൾ വലിയൊരു ഇബാദത്തുകാരൻ കേട്ടോ, അയാൾ വല്ലാത്തൊരു ആളാണ് കേട്ടോ, തഖ്വയുള്ള ആളാണ്, ഇബാദത്തുള്ള ആളാണ്, എന്നെക്കുറിച്ച് പറയണം. അങ്ങനെ പറയുമ്പോൾ മനസ്സിലേക്ക് എന്തോ ഒരു സന്തോഷം പോലെ അദ്ദേഹത്തിന്റെ കൽബിലേക്ക് വരികയാണ്. അതോടുകൂടെ അയാൾ അത്രമാത്രം കഷ്ടപ്പെട്ട ഇബാദത്തൊക്കെയും അത് റിയാ ആയി മാറിപ്പോയി, അതൊന്നും വിലയില്ലാതെ ആയിപ്പോയി. അതിനൊരു കൂലി അല്ലാഹു അതോടുകൂടെ കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു ഇബാദത്തുമില്ല, അങ്ങനെ പറയപ്പെടാവുന്ന രഹസ്യമായി ചെയ്യപ്പെട്ട ഒരു ഇബാദത്ത് നമ്മളെ കയ്യിലില്ല. ഇനി ഉള്ള അമലുകളൊക്കെയും ഈ രീതിയിൽ നാം ഒന്ന് ശരിക്ക് പരിശോധിച്ചു നോക്കിയാൽ, ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ എത്രയോ ഇബാദത്തുകളൊക്കെയും ആൾക്കാരിലേക്ക് നാം പ്രത്യക്ഷപ്പെടുത്തുകയാണ്, നാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവരിങ്ങനെ സ്തുതിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാവുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ആയിപ്പോകരുത്, ഒരിക്കലും നമ്മൾ അങ്ങനെ ആയിപ്പോകരുത്. പരസ്യമായി ചെയ്യുന്നത് തെറ്റ് എന്നല്ല, പരസ്യമായി ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെയും പരസ്യമായി ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും അവിടെയൊന്നും മനുഷ്യന്മാരുടെ, കൂട്ടുകാരുടെ, നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ സന്തോഷമോ അവരുടെ പ്രശംസകളോ അവരുടെ മദ്ഹുകളോ അവരുടെ നല്ല വാക്കുകളോ അവരുടെ പരിഗണനയോ അതൊന്നും നാം കൊതിക്കാൻ പാടില്ല. അവിടേക്കും നാം ചിന്തിക്കേണ്ടത് എൻ്റെ റബ്ബിൻ്റെ ചിന്തയാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടാൽ മതി,
അള്ള ഇഷ്ടപ്പെട്ടാൽ മതി. മറ്റുള്ളവർ ഇഷ്ടപ്പെടട്ടെ, സന്തോഷിക്കട്ടെ, അവർ മദ്ഹ് പറയട്ടെ പറയാതിരിക്കട്ടെ, എനിക്കൊന്നും അത് ബാധിക്കുന്നില്ല എന്നൊരു ഈമാനാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്ന രീതിയിലാണ് നമ്മുടെ ഖൽബിന്റെ ചിന്തകളൊക്കെയും നാം നിയന്ത്രിക്കേണ്ടത്. എന്നാൽ മാത്രമേ നാം ചെയ്ത അമലിന് ഫലമുണ്ടാവുകയുള്ളൂ. അല്ലാത്ത നാം എത്ര ചെയ്താലും ഇതൊക്കെ വെറുതെയായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ധാരാളം അമലുകൾ ചെയ്യാനും ആ അമലുകളിലൊക്കെയും ഒരു നിലക്കും റിയാ വരാതെ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.